മണിയാറ്റ് ഗ്രൂപ്പിന്റെ ബിസിനസ് ശൃംഖല ഇന്ത്യയിലും യുഎഇയിലും യുഎസിലും വ്യാപിച്ചു കിടക്കുന്നു. രണ്ടു സഹോദരങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും ദൈവിക ദർശനങ്ങളുടെയും ഉത്തരമാണ് ഈ ബിസിനസ് ശൃംഖല. ബ്രദർ ജോൺ തോമസ് മണിയാറ്റും ബ്രദർ റെജി മാത്യുവും ആരംഭിച്ച മണിയാറ്റ് ഗ്രൂപ്പ് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും യുഎസിലുമായി ഇന്ന് 16ഓളം കമ്പനികൾ നടത്തുന്നു. 5 ആൺകുട്ടികളും 2 പെൺകുട്ടികളും ഉൾപ്പെടുന്ന കുടുംബത്തിൽ രണ്ടാമനായി ജനിച്ച ജോൺ തോമസ് കുടുംബത്തെ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നതിനും സാമ്പത്തികമായി കുടുംബത്തെ കരകയറ്റുന്നതിനും ഉള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തു. 1975 പ്രീ ഡിഗ്രി കഴിഞ്ഞ് മുംബൈയിലേക്ക് പോയ ജോൺ തോമസ് ഒരേ സമയം 2ഉം 3ഉം ജോലികൾ ചെയ്തു കിട്ടുന്ന വരുമാനം കൊണ്ട് വിദ്യാഭ്യാസം നടത്തുകയും കുടുംബത്തെ സഹായിക്കുകയും ചെയ്തു. 1980 മുംബൈയിലുണ്ടായിരുന്ന കസിൻ മുഖാന്തരം ബഹ്റിനിലേക്ക് പോയ ജോൺ തോമസ് തൻ്റെ സഹോദരങ്ങളെയെല്ലാം ബഹ്റിനിൽ കൊണ്ടുവരുവാൻ ഇടയായി. 1984 സിസ്റ്റർ സാലിയെ വിവാഹം ചെയ്യുകയും 1989 യുഎസിൽ എത്തുകയും ചെയ്തു. 1991 യുഎസിലെ ഡാലസിൽ സ്ഥിരതാമസിക്കുകയും ആദ്യ സമയങ്ങളിൽ തൻ്റെ അളിയൻ ജോൺ മാത്യുവിനോടൊത്ത് ബിസിനസ്സിലേക്ക് നിർബന്ധിച്ചു പോവുകയും എങ്കിലും പാതി വഴിയിൽ നിർത്തി അത് ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് മെഡിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന ബിസിനസ് തുടങ്ങി. കുട്ടികളെ നോക്കുവാൻ സമയം കിട്ടുകയല്ല എന്ന കാരണത്താൽ ഭാര്യ സാലി ബിസിനസ്സിനെ ശക്തമായി എതിർത്തു. പിന്നീട് ഭാര്യ സാലിയുടെയും തോമസിൻ്റെയും 2 പേരുകൾ ചേർത്ത് വെച്ച് സാൾട്ടം എന്ന കമ്പനി രൂപം കൊണ്ടു. സഹോദരനായ റെജി മാത്യു ബിസിനസ്സിലേക്ക് നിർബന്ധിതനാകുകയും ഇന്ത്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും ബിസിനസ്സുകൾ ബ്രദർ റെജി നേതൃത്വം നൽകുകയും ചെയ്യുന്നു. ബ്രദർ റെജി മാത്യുവിൻ്റെ ഭാര്യ സഹോദരി സിസ്റ്റർ ലീന മാത്യു തൻ്റെ ഔദ്യോഗിക ജോലി ഉപേക്ഷിച്ച് പൂർണ്ണസമയം മിഡിൽ ഈസ്റ്റിലെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നു. പുതിയ ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുന്നതിൽ സിസ്റ്റർ ലീനയുടെ പങ്ക് വളരെ വലുതാണ്. ഏകദേശം 250 പരം ആളുകൾക്ക് ജീവിതമാർഗം നൽകുവാൻ ഈ സഹോദരങ്ങളെ ദൈവം ബലപ്പെടുത്തുന്നു. ബിസിനസ്സിനേക്കാൾ ദൈവിക കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഈ സഹോദരങ്ങൾ നമുക്ക് ഒരു മാതൃകയാണ്. ക്രിസ്ത്യൻ ലെവൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു ഫാമിലിയാണ്. ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ മേഖലയ്ക്ക് ഏറെ പ്രധാനപ്പെട്ട വ്യക്തികളാണ്. മാത്രമല്ല ബിസിനസ് പരമായും അവർ അനേക പടവുകൾ താണ്ടിയ ഒരു കുടുംബമാണ്. മണിയാറ്റ് ഗ്രൂപ്പ് എന്ന അറിയപ്പെടുന്ന മണിയാറ്റ് പ്രസ്ഥാനങ്ങളുടെ അമരക്കാരായ 2 പേരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. റെജി മാത്യുവും ജോൺ ടി മണിയാറ്റുമാണ് ഇന്ന് നമ്മുടെ കൂടെ ഒപ്പമുള്ളത്. അവരുടെ വിശേഷങ്ങളും അവരുടെ ബിസിനസ് പരമായ കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയാം. ക്രിസ്ത്യൻ ലെവലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോട് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കടന്നു വന്നപ്പം എനിക്ക് ആദ്യമായിട്ട് ചോദിക്കേണ്ട 1-2 കാര്യങ്ങളാണ്. ഈ മണിയാറ്റ് ഗ്രൂപ്പ് എന്ന പ്രസ്ഥാനം ഇപ്പം വളരെയധികം, അതായത് അനേക ഇടങ്ങളിൽ എൻ്റെ ബ്രാഞ്ചുകളും പല ബിസിനസ്സുകളുമുണ്ട്. പക്ഷേ ഇതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് വിശദീകരിക്കാം. അതെ, സൂക്ഷ്മമായിട്ടും. ഫസ്റ്റ് ഓഫ് ഓൾ ക്രിസ്ത്യൻ ലൈവ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പണിംഗ് തന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. നേരത്തെ ക്രിസ്ത്യൻ ലൈവിനെ കുറിച്ച് അനേകം വിഷയങ്ങൾ കേൾക്കുവാനും അനേകം വീഡിയോസ് കാണുവാനും അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെടുവാൻ ഒരു കർത്താവ് ഞങ്ങൾക്കൊരവസരം നൽകി തന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കൂടാതെ ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫാമിലി നെയിമാണ് മണിയാറ്റ് എന്ന് പറയുന്നത്. അവർ 9 ബ്രദേഴ്സും 3 സിസ്റ്റേഴ്സുമായിരുന്നു. അവർ ദൈവവിശ്വാസത്തിന് വേണ്ടി, അല്ലെങ്കിൽ പെന്തക്കോസ്ത് വിശ്വാസത്തിന് വേണ്ടി വളരെ വില കൊടുക്കുകയും അതിനുവേണ്ടി ധൈര്യപൂർവ്വം നിൽക്കുകയും ചെയ്ത ഒരു ഫാമിലിയാണ്. ഓക്കെ, ആ ഫാമിലിയിൽ ആരെങ്കിലും ബിസിനസ് പരമായിട്ടോ വല്ലതും ഉണ്ടായിരുന്നോ? ബിസിനസ് പരമായിട്ട് ചിലരൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഏറ്റവും ഇളയ ബ്രദർ ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ ആ ബിസിനസ്സുമായിട്ട് ഞങ്ങൾ കാര്യമായിട്ട് ആ സമയങ്ങളിൽ ഇൻവോൾവ് ചെയ്തിരുന്നില്ല, ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് എ സർവൈവൽ, മാറ്റർ ഓഫ് സർവൈവലിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് വന്നു ചേർന്നത്. ഓക്കെ, അപ്പം മണിയാറ്റ് ഗ്രൂപ്പ് എന്നുള്ള പ്രസ്ഥാനം തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ ഫാമിലി ലൈഫാണ് നമ്മൾ കേട്ടത്, ഇത്രയും പറഞ്ഞത്. ഞാൻ ഇനിയും ചോദിക്കുന്നത്, ഈ മണിയാറ്റ് ഗ്രൂപ്പ് എന്ന ഒരു ബിസിനസ് സ്ഥാപനം അത് ആരംഭിക്കാൻ ഉണ്ടായ ഒരു കാരണം എന്താണ്?
അതായത് ഞാൻ 1989 ബഹ്റിൻ വിടുന്ന സമയത്ത് ഞാൻ സഹോദരന്മാർക്ക് വേണ്ടി ഉള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ബ്രോസ്കോ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം എൻ്റെ മനസ്സിൽ രൂപം കൊണ്ടിരുന്നു. അത് സഹോദരന്മാരുടെ കമ്പനി എന്നുള്ള അർത്ഥത്തിലാണ് ബ്രോസ്കോ പ്രദേശ് കമ്പനി എന്നുള്ള സംജ്ഞ വരാൻ കാര്യം. ഓക്കെ. അപ്പോൾ ഞാൻ ബോംബെയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഒരു കമ്പനിയുടെ ഗ്രാമായിരുന്നു ഈ ബ്രോസ്കോ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ബിസിനസ്സുകാരായിരുന്നു എങ്കിലും അവർ ക്രിസ്തീയ പ്രസ്ഥാനങ്ങളോട് ചേർന്നപ്പെട്ട ആൾക്കാരല്ലായിരുന്നു. എന്നാൽ ആ സംജ്ഞ ഞാൻ കടമെടുക്കുകയായിരുന്നു. അപ്പോൾ സഹോദരന്മാർക്ക് വേണ്ടി സഹോദരന്മാർ ഒന്നിച്ച് നിൽക്കണമെന്നുള്ള ആ ഒരു താല്പര്യത്തിലാണ് ആ വിഷയം തുടങ്ങാൻ കാര്യം. അപ്പോൾ നിങ്ങൾ എത്ര സഹോദരന്മാരാണെന്നുള്ളത്? ഞങ്ങൾ 5 സഹോദരന്മാരും 2 സഹോദരിമാരും, ഞങ്ങൾ 7 പേരാണ്. 7 പേര്. അപ്പോൾ ഈ 7 പേരിൽ ഇപ്പം നിങ്ങൾ എത്ര പേരാണ് ഇപ്പം ഈ ബിസിനസ്സിൻ്റെ അകത്തുള്ളത്? മോർ ഓർ ലെസ് ഞങ്ങൾ എല്ലാ പേരും ഇതിനകത്ത് ഇൻവോൾവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാൽ ആക്റ്റീവായിട്ട് ഞാനും എൻ്റെ ഇളയ സഹോദരൻ റെജി മാത്യുവാണ് അതിനകത്തുള്ളത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് റെജി മാത്യുവാണ്. ഓക്കെ. അപ്പം ഏത് വർഷമാണ് അപ്പം അച്ഛന് പിന്നെ ഈ ബിസിനസ് തുടങ്ങിയതിന് ശേഷം, അല്ലെങ്കിൽ ഇത് USA എൻ്റെ ബ്രാഞ്ചുകൾ വന്നത്? 1991 ഞങ്ങൾ ഡാളസിലേക്ക് മൂവ് ചെയ്തത്. ആ വർഷം തന്നെ ഞങ്ങൾ ഏപ്രിലിൽ ഈ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാനിടയായി. മണിയാറ്റി ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ എത്ര കമ്പനികളുണ്ട് ഇപ്പം? ഇപ്പോൾ ഏതാണ്ട് 16 കമ്പനികൾ, ഞങ്ങൾ 16 ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. 16 ബിസിനസ് സ്ഥാപനങ്ങൾ. ഈ 16 നമുക്ക് ഇന്ത്യയിൽ എത്ര എണ്ണം ഉണ്ടാവും? ഏകദേശം 5 സ്ഥാപനങ്ങളാണ് മണിയാറ്റി ഗ്രൂപ്പിൻ്റെ പേരിൽ ഇന്ത്യയിലുള്ളത്. UAE-ൽ 6 കമ്പനി UAE-ലുണ്ട്. ബാക്കി US-ലാണ്. US-ൽ അതിൻ്റെ ബാക്കി എത്ര ഉണ്ട്? അപ്പം 4 കമ്പനികളല്ലേ? ഓക്കെ. അപ്പം ഈ ബിസിനസ്സിൽ ഗൾഫിൽ, അതായത് UAE-ൽ 6 ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞു. UAE-ൽ 6 ബിസിനസ് ലീഡ് ചെയ്യുന്നത് സഹോദരനാണെന്ന് പറഞ്ഞു അല്ലേ? റെജി മാത്യു. ഓക്കെ. നമുക്ക് റെജി മാത്യുവിനോട് ബാക്കി കാര്യങ്ങൾ, അല്പം ദുബൈയിലെ കാര്യങ്ങൾ ചോദിക്കാം. റേച്ചാന് ക്രിസ്ത്യൻ ലൈവിൻ്റെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. റേച്ചാനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ദുബായിലാണ് ബിസിനസ്. ഞാൻ റേച്ചാനോട് നമ്മൾ നേരിട്ട് പല പ്രാവശ്യം കണ്ട്, ഒരു പ്രാവശ്യം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്ത് വന്നതാണ്. വീണ്ടും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ സഹോദരനോട് ഒരുമിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ദുബായിൽ ഈ ബിസിനസ് തുടങ്ങിയത് ഏത് വർഷമായിരുന്നു? 1995 സ്റ്റാർട്ട്. അന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് ഏതാ? അത് ഒരു മെയിൻ്റനൻസ് കമ്പനി ആയിരുന്നു, എക്സ്പ്രസ് എന്ന് പറയുന്നൊരു മെയിൻ്റനൻസ്. അപ്പോൾ ആ മെയിൻ്റനൻസ് കമ്പനി ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? ഇപ്പോഴും ഉണ്ട്. അത് എൻ്റെ വൈഫിൻ്റെ സഹോദരന് അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ദുബായിൽ ഏറ്റവും അറിയപ്പെടുന്നത് അവിടുത്തെ ഫാർമസി പ്രൊഡക്ട്സ് ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു രഹസ്യം അതെങ്ങനെയാണ്? അല്ലെങ്കിൽ മറ്റെല്ലാ മാർക്കറ്റിൽ, എനിക്കറിയാം അനേക കമ്പനികൾ ദുബായിലുണ്ട്, പക്ഷെങ്കിൽ സാൾട്ടം എന്ന് പറയുന്ന പേരിൽ തുടങ്ങിയിരിക്കുന്ന ഒരു കമ്പനിക്ക് വളരെ മാർക്കറ്റുണ്ട്, ഒരു പ്രത്യേക മാർക്കറ്റ് അതിനുണ്ട്. എനിക്ക് ആദ്യം അറിയേണ്ടത് സാൾട്ടം എന്ന പേര് എങ്ങനെയാണ് വന്നത്? സാൾട്ടം എന്ന പേര് UAE-ൽ വന്നത് 1998-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതൊരു 2 പേരിൻ്റെ കൂടിച്ചേരലാണ്. സഹോദരൻ്റെ പേരും സഹോദരൻ്റെ വൈഫിൻ്റെ പേരുമായിട്ട് ചേർന്നുള്ള ഒരു കൂടിച്ചേരലാണ്. സഹോദരൻ്റെ വൈഫിൻ്റെ പേര് എങ്ങനെയാണ്? സഹോദരൻ്റെ വൈഫിൻ്റെ പേര് സാലി എന്നും സഹോദരൻ്റെ പേര് ടോം എന്നും. അങ്ങനെയാണ് സാൾട്ടം. 2 പേരുകൾ ഒന്ന് ചേർന്നാണ് സാൾട്ടം എന്നൊരു പേര്. അപ്പോൾ ആ പേരിൽ നിന്ന് മനസ്സിലായി നിങ്ങൾ തമ്മിലുള്ള ഫാമിലി ബോണ്ട് എന്താണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ആ ഒരു പേരിലാണ് സാൾട്ടം ഓപ്പൺ ആവുന്നത്. അപ്പോൾ സാൾട്ടം ഇങ്ങനെ ഓപ്പൺ ആയെങ്കിലും സാൾട്ടം ഈ ഫാർമസി പ്രൊഡക്ട്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സെയിലിന് വരാൻ ഒരു കാരണം, മറ്റെന്തെല്ലാം ബിസിനസ്സുകൾ വരുന്നു, പക്ഷെങ്കിൽ ഒരു ഫാർമസി പ്രൊഡക്ട്സ്, അതായത് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് വിൽക്കുന്ന ഒരു പ്രൊഡക്ട്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സെയിലിലേക്ക് എത്താനുള്ള കാര്യം എന്താണ്? ഹെൽത്ത് കെയറിൽ കുറച്ചുകൂടെ സ്കോപ്പ് ഉള്ളത് കൊണ്ട് ഹെൽത്ത് കെയർ ബിസിനസ്സിലേക്ക് ഞങ്ങൾ ഡൈവേർട്ട് ചെയ്തു. അങ്ങനെയാണ് സാൾട്ടം മെഡിക്കലിൽ ഈ ഹെൽത്ത് കെയറിൽ ഡിസ്പോസിബിൾ, മെയിനായിട്ട് ഞങ്ങൾ ഡിസ്പോസിബിൾ റേഞ്ചാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എക്യുപ്മെൻറ്റ്സും ഉണ്ട്, എന്നാൽ മെയിനായിട്ട് ഡിസ്പോസിബിൾ റേഞ്ച് ഏതാണ്ട് 3300 ഐറ്റം ബേസ് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ UAE,
GCC കൺട്രികൾ കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട്, പ്ലസ് ആഫ്രിക്കൻ കൺട്രീസിനും സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ ആ ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നു. നമുക്ക് എത്ര സ്റ്റാഫുകളുണ്ട് യു എയിൽ 130 സ്റ്റാഫ് ടോട്ടൽ ഉണ്ട്. അത് ഡിഫറെൻറ്റ് ഡിവിഷനായിട്ടാണ്. സാൾട്ടം മെഡിക്കൽ എക്യുപ്മെൻറ്റ് ട്രേഡിംഗ്, അൽഖാജ ബിൽഡിംഗ് മെറ്റീരിയൽ ട്രേഡിംഗ് 7 ബ്രാഞ്ചസ്, മാനുഫാക്ചറിംഗ് യൂണിറ്റ് ബ്രോസ്കോ മെറ്റൽ ഇൻഡസ്ട്രീസ്, ലീമാറ്റ് ഫാർമസി, പിന്നെ ബ്രോസ്കോ പ്രോപ്പർട്ടീസ്. ഞാൻ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, സാധാരണ നമ്മുടെ മക്കൾ അല്ലെങ്കിൽ തലമുറകൾ നമ്മുടെ പേരൻസ് ചെയ്യുന്ന ബിസിനസ്സിനോട് താല്പര്യമില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ ട്രെൻഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്യും ബിസിനസ്, അപ്പനും അമ്മയും ചെയ്ത് അവിടെ നിൽക്കുക, മക്കൾക്ക് വേറെ ട്രെൻഡാണ്, അല്ലെങ്കിൽ വേറൊരു ഫീൽഡിലേക്ക് അവർ ഇൻട്രസ്റ്റ്. ഇപ്പോൾ റൈച്ചാനെ സംബന്ധിച്ച് എങ്ങനെയാണ് അവിടെ മക്കൾ ഈ ബിസിനസ്സിൽ എങ്ങനെയാണ്? മക്കൾ അതിനകത്ത് സപ്പോർട്ടീവാണ്. ഇപ്പോൾ മൂത്താൾ നാട്ടിൽ ഉള്ള ബിസിനസ് അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അതിന് അവർ സപ്പോർട്ട് ചെയ്യുന്നു, അവരാണ് മാനേജ് ചെയ്യുന്നുണ്ട്. യു എയിൽ രണ്ടാമത്തെ മകളും ഹസ്ബൻഡും അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ആളുണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോൾ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഓസ്ട്രേലിയയിലായിരിക്കുന്നു. തിരിച്ചു വന്നിട്ട് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം. റൈച്ചാൻ്റെ പങ്കാളിയെ ഒന്ന് പരിചയപ്പെടുത്തിയ നല്ലതായിരുന്നു. ഇത് ലീന. കഴിഞ്ഞ 33 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തു. അനുഗ്രഹമായിട്ട് കുടുംബജീവിതം നയിപ്പാൻ തക്കോണം ദൈവം ഇടയാക്കി. ദൈവത്തിൻ്റെ കൃപയാൽ സന്തോഷമായിട്ട് കുടുംബജീവിതം ഇത്രത്തോളം ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തു. ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ബിസിനസ്സിലും ദുബായിലെ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ബിസിനസ്സിൽ നേരത്തെ ഹെൽത്ത് കെയർ ഫീൽഡിൽ തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. 16 വർഷം അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷമായിട്ട് ഇപ്പോൾ എന്നോടൊപ്പം ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ഞാനൊരു കാര്യമെന്ന് അറിയേണ്ടത്, ഈ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് അതിലേക്ക് കടക്കാനുള്ള ഒരു കാരണം എന്താണ്? എന്തുകൊണ്ടാണ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് സെലക്ട് ചെയ്തത്, ആ ഫീൽഡിലോട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത്? അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ അത് ലിവിങ് ബീയിങ്, അത് ഹ്യൂമൻ ബീയിങ്സ് മാത്രമല്ല, ആനിമൽസ് ആണെന്ന് ഒരിക്കലും അവർക്ക് ബെറ്റർ ഹെൽത്ത് അത് ഓഫർ ചെയ്യാനായിട്ട് നമുക്ക് എത്രമാത്രം ഏതറ്റം വരെ നമുക്ക് പോകാൻ പറ്റുമോ അവിടെ വരെ പോയിട്ട് ആ വിഷയം ഡെവലപ്പ് ചെയ്ത് എടുക്കാനാണ് നമ്മുടെ താല്പര്യം. അത് ഹ്യൂമാനിറ്റിക്ക് നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. ഡിസ്ട്രക്റ്റീവായിട്ട് നമുക്ക് അതിനകത്ത് ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ലൈൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ യു എസ് എയിൽ നമ്മൾ ചെയ്യുന്ന ഈ ബിസിനസ്സിന് കുറേ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ നമുക്കറിയാം, ചില ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ ഗൾഫ് പോലല്ല, അല്ലെങ്കിൽ ഇന്ത്യ പോലല്ല, കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ പോകുന്നൊരു ബിസിനസ്സാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ എന്തെല്ലാം ഒരു കൺസേൺസ്, എന്തെങ്കിലും ഒരു പ്രശ്നമാണ് ഇവിടുന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്? ഒന്നാമത്തെ വിഷയമെന്ന് പറഞ്ഞാൽ ലേബർ വിഷയങ്ങളാണ്. ലേബർ വിഷയം എന്ന് വെച്ചാൽ ചീപ്പ് ലേബറാണ് മറ്റ് ഏഷ്യൻ കൺട്രീസിലുള്ളത്. എസ്പെഷ്യലി ചൈന ആൻഡ് ഏഷ്യൻ കൺട്രീസിൽ മാനുഫാക്ചറിങ് ഈസ് ചീപ്പ്. അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ചുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ റിമോട്ട് ഏരിയാസിൽ എത്തിപ്പെടാനായിട്ട് നമ്മുടെ കൊറിയർ ചാർജസും അങ്ങനെയുള്ള വിഷയങ്ങൾ അല്പം എക്സ്പെൻസീവാണ്. ഇത്രയും ബിസിനസ്സിൻ്റെ ഇനീഷ്യൽ ഘട്ടങ്ങൾ പറഞ്ഞു. അതിനുശേഷം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഈ കുടുംബത്തെ പറ്റിയാണ്. അച്ഛന് യു എസിലുള്ള അച്ഛന് വൈഫുണ്ട്, മക്കളുണ്ട്. എനിക്ക് ആ കുടുംബത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറയാം. 1984 ഞങ്ങളുടെ വിവാഹം. എൻ്റെ വൈഫിൻ്റെ പേര് സാലി തോമസ് എന്നാണ്. അതെ, സാലി ആൻഡ് തോമസ് സാൾട്ടം. അതിൻ്റെ അങ്ങനെയാണ് ആ പേര് വരുന്നത്. ആ പേര് തന്നെ മിഡിൽ ഈസ്റ്റിലും കണ്ടിന്യൂ ചെയ്യാനായിട്ട് എൻ്റെ ബ്രദറും ഫാമിലിയും ആ വിഷയത്തിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. അതുകൂടാതെ എനിക്ക് 2 മക്കളാണുള്ളത്. ഒന്ന് മകളും ഭർത്താവും, അവർ ഹ്യൂസ്റ്റണിൽ താമസിക്കുന്നു. അതുകൂടാതെ എൻ്റെ മകന് കഴിഞ്ഞ ആഴ്ചയാണ് മാരി ചെയ്തത്.
അപ്പോൾ അവർ ഹൂസ്റ്റണിൽ സെറ്റിലായിക്കൊണ്ടിരിക്കുന്നു. മകൻ ഈ വിഷയത്തിൽ ഒത്തിരി ഇൻവോൾവും ഒത്തിരി സപ്പോർട്ടീവും ആണ്. വൈഫിൻ്റെ സപ്പോർട്ട് ആദ്യ കാലങ്ങളിൽ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞില്ലെന്നൊരിക്കൽ പോലും എൻ്റെ ക്യാപിറ്റൽ അല്ലെന്നൊരിക്കൽ എൻ്റെ മൂലധനം അവിടെയാണ്. ഓക്കെ. So I got the initial support from her. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഞങ്ങൾ ഈ വിഷയത്തിൽ മുന്നേറാനായിട്ട് സഹായിച്ചതും എനിക്ക് ഇത്രയും സമയം ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് എന്നെ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ വൈഫിനോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. ഇനി ഇതെല്ലാം എത്രയും നേരം നമ്മൾ പറഞ്ഞ് ബിസിനസ്സിൻ്റെ വശങ്ങളാണ്. ഞാനിനി ആത്മീയ ലൈഫിലേക്ക് പോവുകയാണ്. ആത്മീയ ലൈഫാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാം നമ്മുടെ ബിസിനസ്സിനെക്കാട്ടിലൊക്കെ ഉപരി നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് ആയപ്പോൾ എന്തായാലും നമ്മുടെ കർത്താവിൻ്റെ തത്വങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ജീവിക്കുന്നതല്ല ചെയ്യുന്നത്. അത് വിട്ട് നമ്മൾ ചെയ്യത്തില്ല. അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ചോദിക്കുന്നത് ഈ പാരമ്പര്യം അതായത് കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയിലുണ്ടായിരുന്നു അല്ലേ? അപ്പം ആ ചരിത്രം ഒന്ന് പറയാമോ? കർത്താവിൻ്റെ വേലയിൽ ആദ്യമായിട്ട് ഈ വിഷയത്തിൽ പയനിയർ ആയത് ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദറാണ്. പുള്ളിയുടെ പേര് മണിയാറ്റ് മത്തായി ഉപദേശി. പുള്ളി ഞങ്ങളുടെ ഏരിയയിലെ ഏറ്റവും പ്രായം ചെന്നതും അതല്ലെന്നൊരിക്കൽ ഏറ്റവും ശുഷ്കാന്തി ഉള്ളതുമായിട്ടുള്ള ആളായിരുന്നു. പുള്ളിയാണ് മറ്റ് 8 ബ്രദേഴ്സിനെയും ഈ വിഷയങ്ങളിലേക്ക് നടത്തിയത്. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി പറയുന്നതിന് അപ്പുറത്ത് ഈ സഹോദരന്മാരാരും ശബ്ദിക്കുകയില്ലായിരുന്നു. അല്ലെന്നൊരിക്കൽ അതുപോലെ സ്നേഹവുമായിരുന്നു, ജീവനുമായിരുന്നു പുള്ളിയെ. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിയാണ് ആ വീടുകൾ തോറും നടന്ന് സുവിശേഷം അറിയിക്കുകയും പുള്ളിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ വിഷയമെന്ന് പറയുന്നത് കൺവെൻഷനായിരുന്നു. വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം ഹി വാസ് യൂസിങ് ഓൾ ഹിസ് റിസോഴ്സസ് ഫോർ ഗോസ്പൽ, സ്പ്രെഡിങ് ഓഫ് ദ ഗോസ്പൽ, ആൻഡ് ദാറ്റ് വാസ് ഹിസ് പ്രൈമറി മോട്ടീവ്. അതുകൂടാതെ എൻ്റെ പേരൻസിനെ കുറിച്ച് പറയുകയാണെന്നൊരിക്കൽ എൻ്റെ ഫാദറും മദറും that is KM John and കുഞ്ഞമ്മ ജോൺ. ആൻഡ് അവർ വളരെ പ്രാർത്ഥനയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി വളരെ പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ആ വിഷയത്തിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഓക്കെ. അവർ റാന്നിയിലായിരുന്നല്ലേ? റാന്നിക്കടുത്ത് വടശ്ശേരിക്കര മാടമൺ എന്ന് പറയും. മാടമൺ. ഓക്കെ. ഓക്കെ. നിങ്ങൾ ഡിനോമിനേഷൻ ബേസ് ഞാൻ ക്വസ്റ്റനോട് ചോദിക്കുകയാണ്. നാട്ടിൽ നിങ്ങൾ ഏത് ഡിനോമിനേഷനിലാണ് വിശ്വാസത്തിൽ പോകുന്നത്? ഞങ്ങൾ ചർച്ചപ്പോടെന്ന് പറയും. പക്ഷെ ഒരിക്കൽ ലോക്കൽ സഭ സ്വതന്ത്രം എന്നുള്ള കാര്യത്തിലാണ് വിശ്വസിച്ച് അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു അങ്ങനെയുള്ള ഉപദേശങ്ങളാണ് ഞങ്ങൾ പഠിച്ചതും. സ്വതന്ത്രമായിട്ടുള്ള ഒരു പെന്തക്കോസ്റ്റൽ മൂവ്മെൻ്റ് ആയിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതിനുവേണ്ടി ഉള്ള ലീഡേഴ്സും ആ വിഷയങ്ങളും പെന്തക്കോസ്റ്റിൻ്റെ ആദ്യകാല സാരഥികളിൽ ഒരാളായിരുന്നു ഞങ്ങളുടെ വല്യപ്പച്ചൻ. പിന്നെ പൂവത്തൂർ ഉണർവർ എന്ന് പറഞ്ഞിട്ട് കെ എബ്രഹാം സാറിൻ്റെയൊക്കെ ജീവചരിത്രത്തിൽ ആ വിഷയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മണിയാറ്റ് കുഞ്ഞമ്മാച്ചൻ അദ്ദേഹം വലിയൊരു കൺവെൻഷൻ പ്രാസംഗികനായിരുന്നു. അങ്ങനെ അവിടെ പുള്ളി തൃശ്ശൂരിൽ പോയിട്ട് സെറ്റിൽ ചെയ്ത് സുവിശേഷത്തിന് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന 2 വ്യക്തികളായിരുന്നു. ഇവിടെ US എനിക്കൊന്ന് ഷാരോൺ ഫെലോഷിപ്പ് വെച്ചിലാണ് അല്ലേ? ഓക്കെ. അവിടെ എത്ര വർഷമായിട്ട് അതിൻ്റെ കൂടെ ജോലിന് പോകുന്നു? അതിൻ്റെ തുടക്കക്കാരിൽ ഒരാളാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ആ പ്രസ്ഥാനത്തിന് വേണ്ടി ഇവിടെ ഷാരോൺ ഫെലോഷിപ്പ് ഡാളസിൽ തുടങ്ങിയ സമയം മുതൽ അതിനുവേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്ത് ആ വിഷയത്തിന് വേണ്ടി നിൽക്കാനായിട്ട് ദൈവം ഞങ്ങളെ കൃപ ചെയ്തു. ഇപ്പോഴും ആ ഒരു പ്രസ്ഥാനത്തിൽ തന്നെ നിൽക്കുന്നു. അതിനു മുമ്പുള്ള 8 വർഷങ്ങൾ IPC ഹെബ്രോനിലായിരുന്നു. ഒരു കക്ഷി വഴക്കുകൊണ്ടോ അല്ലെന്നൊരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടോ ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന ഒരു വിഷയം ഞങ്ങൾക്കില്ല. അങ്ങനെ അത് ഞങ്ങളുടെ പ്രമാണത്തിൽപ്പെട്ട കാര്യമല്ല. ഓക്കെ. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. സഭയിലുണ്ടാകുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ, കേട്ടിട്ടുണ്ടാവുമല്ലോ സഭയിലെ. ഒരു അമേരിക്കൻ മലയാളി എന്ന നിലയിൽ ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. എന്താണ് അഭിപ്രായം സഭയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ? നമ്മൾ ഓരോ സഭയിലും ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഷാരോണിയോ IPCയോ ചർച്ച് ഓഫ് ഗോഡിനെയോ AG ഒന്നും എടുത്തു പറയുന്നതല്ല, ജനറലായിട്ട് വന്നൊരു ക്വസ്റ്റ്യനാണ്. ഈ സഭകൾക്കകത്തുണ്ടാകുന്ന രാഷ്ട്രീയ പ്രശ്നം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വഴക്കുകൾ, അതിനകത്ത് എന്താ അഭിപ്രായം?
അത് പിന്നെ ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും അത് നമ്മൾ സഹോദരങ്ങളെന്നുള്ള നിലയിൽ സഹിച്ചും ക്ഷമിച്ചും നമ്മൾ കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആ വിഷയങ്ങൾ മാറിക്കൊടുക്കുക. ഞാൻ അതിൻ്റെ ലീഡർഷിപ്പിൽ വളരെ വർഷങ്ങളുണ്ടായിരുന്നു. എന്നാൽ തക്ക സമയം വന്നപ്പോൾ ഞാൻ ആ വിഷയം ഞാൻ പുറകിൽ നിന്നോളാം, നിങ്ങളെ സപ്പോർട്ട് ചെയ്തോളാം എന്നുള്ള വിഷയങ്ങളിൽ മാത്രം പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആ വിഷയത്തിൽ ഡിക്ലൈൻ ചെയ്തായിരുന്നു. ഐ നെവർ ട്രൈ ടു ബി ഓൺ ദ ലീഡർഷിപ്പ്, especially in the church. And always I want to be a backbone and back supporter for the fellowship I am in. ഈ സാൾട്ടം ഗ്രൂപ്പ് അല്ലെങ്കിൽ മണിയാറ്റി ഗ്രൂപ്പിന് ടോട്ടൽ നമ്മുടെ UAE ഇന്ത്യ എല്ലാം കൂടെ ചേർത്ത് എത്ര സ്റ്റാഫ് വർക്കേഴ്സ് ഉണ്ട്? ഏകദേശം 250 പേര് നമ്മൾ ഡയറക്റ്റ് എംപ്ലോയ്മെൻ്റ് ഉണ്ട്. പിന്നെ ഔട്ട്സോഴ്സ് ആയിട്ടുള്ള വേറെ സ്റ്റാഫുകളുമുണ്ട്. ഓക്കെ. നമ്മൾ ക്രിസ്തീയ മേഖലയിൽ ഞാൻ കേട്ടിട്ടുണ്ട് മണിയാറ്റ് ഗ്രൂപ്പിൽ നിങ്ങൾ വളരെയധികം ചാരിറ്റി വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരാണ്. അത് ഒന്നൊന്നുമല്ല, ഞാൻ എനിക്കറിയാം, റേച്ചാനുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങൾ വളരെ വലിയ സപ്പോർട്ട്, ഈ മിഷണറി സപ്പോർട്ട് അതായത് ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾ ജസ്റ്റ് കുറച്ചൊന്ന് ബ്രീഫായിട്ടൊന്ന് പറയാൻ പറ്റും എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പ്രധാനമായിട്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത്? അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ കുറച്ച് നാൾ സമയം ചെലവഴിക്കാൻ കിട്ടിയതുകൊണ്ട് നോർത്ത് ഇന്ത്യൻ മിഷൻസ് ആണ് ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അവിടെ പിന്നെ ഇന്ത്യ മിഷൻസിൻ്റെ കുറേ സ്റ്റാഫിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഏത് ഡിനോമിനേഷൻ എന്നുള്ള വിഷയങ്ങൾ ഞങ്ങൾക്ക് ബാധകമല്ല. ഏത് മിഷൻസ് ആണെന്നൊരിക്കലും, അത് ചാരിറ്റി മിഷൻസ് ആണെന്നൊരിക്കലും, ഹോണ്ടുറാസിൽ, മെക്സിക്കോയിൽ അങ്ങനെ ഉള്ള വിഷയങ്ങളിലൊക്കെ മോണിറ്ററിയൽ സപ്പോർട്ട് ഓൾ സപ്ലൈസ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്ന പല ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്. ഗുജറാത്തിലുണ്ട്, ബീഹാറിലുണ്ട്, അങ്ങനെ പല സ്റ്റേറ്റുകളിലുണ്ട്, ഛത്തീസ്ഗഡിലുണ്ട്. ഓക്കെ. എനിക്കൊരു ചോദ്യം കൂടി, നമ്മുടെ പുതിയ തലമുറ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, അവർക്ക് അപ്പനും അമ്മയും ചെയ്യുന്ന ബിസിനസ്സോ അതൊന്നും അവർക്ക് ബാധകമല്ല. അവർക്ക് ഫ്രീഡം വേണം, അവർ ആ രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സംഭവം. പക്ഷേ പുതിയൊരു തലമുറ ഒരു ബിസിനസ് ആഗ്രഹിക്കുന്നെങ്കിൽ അവർക്ക് ആഗ്രഹമുണ്ട് ഒരു ബിസിനസ്സിലോട്ട് പോകണം എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഒരു മാർഗ്ഗനിർദ്ദേശം കൊടുക്കാനുള്ളത്? പേരൻസ് ചെയ്യുന്ന ആ ബിസിനസ്സിനെ ഒന്ന് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആ വിഷയത്തിൽ എന്തെങ്കിലും നിലയിൽ അത് ഷോൾഡർ ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളുണ്ടെന്നൊരിക്കൽ അങ്ങനെ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. അതല്ല അവർ ചെയ്യുന്നത് തികച്ചും തെറ്റാണെന്ന് തോന്നുകയാണെന്നൊരിക്കൽ മാത്രം പുതിയ ലൈൻ തിരഞ്ഞെടുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടെ, പേരൻസ് ഒന്നും ബിസിനസ്സിലില്ല, ഫ്രഷായിട്ട് ഒരാൾ വരുന്നു, അവർക്കൊരാഗ്രഹം, എക്സാമ്പിൾ പലരെ കണ്ടപ്പോൾ അവർ തോന്നുന്നു എനിക്ക് അങ്ങനെ ഒരു ബിസിനസ് ചെയ്താൽ കൊള്ളാം, അങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. എന്താണ് ഒരു ബിസിനസ് ഇത്രയും വർഷം നിന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ചോദിക്കുന്നത്? രണ്ട് കാര്യങ്ങളിലുമുണ്ട്. ഒന്ന്, അവരൊരു വിശ്വാസിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കർത്താവിനെ സേവിക്കുന്നൊരു മകനാണെങ്കിൽ അവന് വരുന്നത് കൊണ്ട്, അവൻ ആ ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നതുകൊണ്ട് എന്തൊരു നിർദ്ദേശമാണ് നമുക്ക് കൊടുക്കാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെൽത്ത് കെയർ ബിസിനസ് ആണെന്നൊരിക്കൽ അത് വൺ വേ ഓർ ദ അതർ ബിസിനസ് ഹ്യൂമാനിറ്റിയെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ലിവിങ് ബീയിങ്ങിനെ, ആനിമൽസിനെ കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്, ലിവിങ് ബീയിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അത് തന്നെയല്ല, കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഏതെങ്കിലും മേഖലകൾ ചെയ്യുന്നത് എനിക്ക് കുറച്ചുകൂടെ അഡ്വൈസബിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലരും എന്നോട് വന്നിട്ട് ഈ വിഷയത്തിൽ അഡ്വൈസ് ചോദിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഞാനൊരു സപ്പോർട്ടായിട്ട്, അതല്ലെന്നൊരിക്കൽ ഏത് കാര്യങ്ങളിൽ ഞാൻ നിങ്ങളെ ഉൾപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളെ ഏത് കാര്യത്തിൽ ട്രെയിൻ ചെയ്യാൻ പറ്റും, അല്ലെന്നൊരു ഏത് കാര്യത്തിൽ ഞാൻ മെൻറ്റർ ചെയ്യാൻ പറ്റും, ഏത് അഡ്വൈസ് കൊണ്ട് അല്ലെന്നൊരിക്കൽ എൻ്റെ ഏത് റിസോഴ്സസ് നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആകും എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ചെറുപ്പക്കാരൊരിക്കൽ അനേകം പേര് വരാറുണ്ട്. വന്നവരിൽ ഏകദേശം ഒരു 95% സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് തിരിച്ചു പോയിരിക്കുന്നത്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഒരു സംശയം നമ്മുടെ ലോകത്ത് എല്ലായിടത്തും ഉള്ള, നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ഒരു നല്ല വിശ്വാസമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല എന്നൊരു തോന്നൽ പലയിടത്തുണ്ട്. അവർക്ക് ബിസിനസ്സാണ് മൈൻഡ്, അവൻ്റെ ഒരു വിശ്വാസിയായിട്ടിരിക്കാൻ അവന് പറ്റത്തില്ല, ഒന്നേ നടക്കത്തുള്ളൂ. പക്ഷേ എനിക്ക് നിങ്ങളുടെ രണ്ടുപേരെ ലൈഫ് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്,
അത് ആ പബ്ലിക്കിൽ അങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു വിശ്വാസം, അതായത് ഇങ്ങനെ ഒരു വിശ്വാസിക്ക് ബിസിനസ്സും അവൻ്റെ കർത്താവിനെ സേവിക്കുന്ന ഒരുമിച്ച് ഒരേ രീതി കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ള ചിന്താഗതി, അത് ശരിയാണോ? തികച്ചും തെറ്റായ ഒരു ധാരണയാണത്. ഞങ്ങൾക്കും ആദ്യ സമയങ്ങളിൽ അത് ഫീൽ ചെയ്തിട്ടുണ്ട്, അത് ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ള ആ ഒരു ധാരണയിൽ. പക്ഷെ ഒരിക്കലും നമ്മൾക്ക് വേണ്ടാന്ന് ഉള്ള വിഷയങ്ങളിൽ നമുക്ക് അതിനോട് നോ പറയാനും, അല്ലെന്നൊരിക്കലും നമുക്ക് സെലക്റ്റീവായിട്ടുള്ള വിഷയങ്ങൾ മാത്രം ഓപ്റ്റ് ചെയ്യാനും ഉള്ള ചോയ്സ് അവിടെയുണ്ട്. പിന്നെ നമുക്ക് കള്ളം പറയാനും പറയാതിരിക്കാനും, അല്ലെന്നൊരു ഒരാളെ ചതിക്കാനും ചതിക്കാതിരിക്കാനും, അത് നമ്മുടെ മനസാക്ഷിയുമായിട്ടുള്ള ഒരു കൂട്ടായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. ഒരു ബിസിനസ്സുകാരന് എന്നോട് തന്നെ എൻ്റെ പല അഡ്വൈസേഴ്സും പറഞ്ഞിട്ടുണ്ട്, യു കനോട്ട് ബി എ ബിലീവർ ആൻഡ് എ ബിസിനസ് മാൻ. ഈദർ യു ക്വിറ്റ് the business or do the business or be a believer എന്നോട് അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും അവർ തന്നെ പിന്നീട് അത് തിരിച്ചു പറയാനിടയായി. ഞങ്ങളുടെ ജീവിതം അത് അങ്ങനെ ഒരു മാതൃകയായിട്ട് ഞാനും എൻ്റെ ബ്രദറും അല്ലെന്നൊരിക്കലും ഞങ്ങളുടെ അസോസിയേറ്റ്സും കീപ്പ് ചെയ്യുന്നത് അറിയാം. അത് കൂടാതെ ഞങ്ങളുടെ അസോസിയേറ്റ്സിൽ പലരും പാസ്റ്റേഴ്സ് തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് ആ വിഷയത്തിൽ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും അവർക്ക് ആ മനസാക്ഷി സൂക്ഷിക്കാനും പറ്റുന്നുണ്ട്. ബിസിനസ്സൊക്കെ തിരക്കുകളുണ്ട്, എന്നാലും ഫാമിലിയിലൂടെ എത്ര നേരം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് സാധാരണ? ചില സമയങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ നമുക്ക് വളരെ ചുരുങ്ങിയ സമയങ്ങൾ മാത്രമേ ഫാമിലിയുടെ കൂടെ പറ്റത്തുള്ളൂ. പക്ഷെ നിരുകിൽ ഫാമിലിയുടെ കോപ്പറേഷനും വിശ്വാസവും ഉണ്ടെന്നൊരികിൽ നമ്മൾക്ക് ഏതറ്റം വരെയും പോകാൻ പറ്റും. ഈ അറ്റ് എ ലേറ്റസ്റ്റ് സ്റ്റേജ് അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും അകത്തും പിന്നെ അവരുടെ വിശ്വാസ്യത നമുക്ക് പിന്നെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ വിഷയം ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയത്. മിക്കവാറും റൈസാറിൻ്റെ യാത്രയിൽ പുള്ളിയുടെ സഹധർമ്മിണിയും കൂടെ ആ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അഡ്വൈസ് കൊടുക്കുന്നുണ്ട്, ഹെൽത്ത് പരമായിട്ടുള്ള വിഷയങ്ങളിലും എല്ലാം ഇത് ചെയ്യുന്നുണ്ട്. എൻ്റെ വൈഫും എന്നെ അതിനകത്ത് ഇപ്പോൾ 100% സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ടൈം ബിസിനസ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ടൈം ക്ലോക്ക് വൈസായിട്ട് പറയുകയാണെന്നൊരിക്കൽ ടൈം വെച്ച് പറയുകയാണെന്നൊരിക്കൽ നമ്മൾക്ക് പെർസെൻറ്റേജ് കുറവാണ് ആയിരിക്കും അവർക്ക് കൊടുക്കുന്നത്. പക്ഷേ അവരും കൂടെ ഇൻവോൾവ് ചെയ്യുകയാണെന്നൊരിക്കൽ നമുക്ക് കൂടുതൽ അറ്റൈൻ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് US-ലൊക്കെ UAയിലും ഇന്ത്യയിലുമൊക്കെ ടൈം ഒരു കൺസേൺ അല്ല. ചിലപ്പം 10 മണി വരെയോ 11 മണി വരെയൊക്കെ വർക്ക് ചെയ്യാം. പക്ഷേ US ഞാൻ കണ്ടിടത്തോളം എല്ലായിടത്തും ടൈം റെസ്ട്രിക്ഷൻ, അതായത് 9 മണി കഴിഞ്ഞാൽ 9 മണിക്ക് സ്റ്റോപ്പ് ആവും, അല്ലെങ്കിൽ 10 തവണ 10 സ്റ്റോപ്പ് ആവും. അപ്പോൾ അതും എനിക്ക് തോന്നുന്നു കുറച്ച് US-ൽ കുറച്ചുകൂടെ ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യാനൊരു സമയങ്ങൾ കിട്ടാറുണ്ടെന്ന് തോന്നുന്നു. ഇന്ത്യയിൽ അത്രയൊന്നുമില്ല. ഇന്ത്യയിൽ സമയമില്ല. ഏത് സമയത്തും അല്ലെങ്കിൽ UAയിൽ ഏത് സമയത്തും നമ്മൾ ജോലി ചെയ്യാൻ റെഡിയായി നിൽക്കുക. കാരണം റേച്ചാനൊക്കെ ആയാലും അറിയാം, റേച്ചാൻ ചിലപ്പോൾ രാത്രി ഓവർനൈറ്റ് ചെയ്യേണ്ടി വരും. എനിക്കറിയാം എല്ലാവർക്കും അങ്ങനെ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നമില്ലാതെ ഇത്ര നാൾ ഇങ്ങനെ കൊണ്ടുപോകുന്നു. ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുക. ഞാൻ ചോദിക്കുന്ന ആത്മീയ ജീവിതത്തിലുള്ള നമ്മുടെ ഈ ഉയർച്ചയും അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് നമുക്ക് ഏത് രീതിയിലൊക്കെ പകർന്നു കൊടുക്കാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ നമുക്ക് അവരോട് പറയാൻ പറ്റും നിങ്ങൾ ആത്മീയത്തിൽ ഈ രീതിയിലായിത്തീരണം എന്നുള്ളത്? ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്, പ്ലേ വൈൽ യു പ്ലേ, വർക്ക് വൈൽ യു വർക്ക്. നമ്മൾ ആ വിഷയത്തിന് എവിടെയെങ്കിലും മാർജിൻ വെക്കുകയാണെന്നൊരിക്കൽ ആ വിഷയം നമുക്ക് ആ വിഷയം ചെയ്തെടുക്കാൻ പറ്റും. അതുകൂടാതെ വി ആർ ലിവിങ് ഇൻ ആൻ ഇലക്ട്രോണിക് വേൾഡ്. കമ്മ്യൂണിക്കേഷൻ ഈസ് സോ ഈസി ഇൻ ദീസ് ഡേയ്സ്. നമ്മൾ പ്രസൻ്റായിട്ട് പോയി ചെയ്യേണ്ട കാര്യങ്ങൾ മിക്കവാറും വരാറില്ല. വെർച്വലായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് വേൾഡ് ഹാസ് ബിക്കം സോ സ്മോൾ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അവരുടെ സഹകരണവും അവരുടെ വിശ്വാസ്യതയും നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് അറ്റം വരെ പോകാൻ പറ്റും. ഞാൻ പലപ്പോഴും വീട് വിട്ട് പോകാറുണ്ട്. പക്ഷെ ഒരിക്കൽ ഞാൻ ഏതറ്റം വരെ പോകുള്ളൂ എന്ന് എൻ്റെ സ്പൗസിന് അറിയാമെന്നൊരിക്കൽ ഷീ വിൻ മൈ ഹാർട്ട്. ഈ ബിസിനസ്സിനെയും പേഴ്സണൽ വിഷയങ്ങളെയും കൂട്ടിക്കുഴയ്ക്കാതിരിക്കുകയാണെന്നൊരിക്കൽ നമുക്ക് ആ വിഷയം നമുക്ക് ആ മാർജിൻ കീപ്പ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് എത്തിക്സ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് വി ഹാവ് ടു കീപ്പ് എ ലൈൻ ടു സെഗ്രിഗേറ്റ് ഇൻ ബിറ്റ്വീൻ. സോ അങ്ങനെ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഓക്കെ.
നമ്മൾ at one point I was working as a law enforcement officer. ഞാൻ ലോ എൻഫോഴ്സ്മെൻറ്റ് 18 വർഷം വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. ഓക്കെ. അപ്പോൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഏത് രാജ്യത്ത് ജോലി ചെയ്താലും അതിൻ്റെ നിയമങ്ങൾ അനുസരിക്കാനും ടാക്സ് പേ ചെയ്യാനും അതല്ലെന്നൊരിക്കൽ അതോറിറ്റീസിന് കീഴ്പ്പെട്ടിരിക്കാനും ഉള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടെന്നൊരിക്കൽ മാനേജേഴ്സിനോടായാലും സൂപ്പർവൈസേഴ്സിനോടായാലും ലീഡ് പീപ്പിളിനോടായാലും നമുക്കൊരു പ്രതിജ്ഞാബദ്ധതയുണ്ടെന്നൊരിക്കൽ we can please them and we can work with them. ഓക്കെ. ഇത്രയും തിരക്കുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്, എന്നാൽ പോലും പ്രാർത്ഥനയ്ക്കും ആ പ്രാർത്ഥന ലൈഫിനും നമുക്ക് സമയം കിട്ടാറുണ്ടോ? പൂർണ്ണം സൂക്ഷ്മമായിട്ടും പ്രത്യേകിച്ചും എൻ്റെ വൈഫ് ആ വിഷയത്തിനകത്ത് വളരെ എംഫസൈസ് ചെയ്യുന്ന ഒരാളാണ്. അതായത് എന്തെങ്കിലും ഒരു സോഷ്യലായിട്ടുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അല്ലെന്നൊരിക്കൽ എന്തെങ്കിലും ഒരു പ്രാർത്ഥന ഉണ്ടെന്നൊരിക്കൽ എന്നെ ആ ടൈമിന് റിമൈൻഡ് ചെയ്യുകയും ഒരു ക്ലോക്ക് എന്ന വണ്ണം ആ വിഷയത്തിൽ മോർ ദാൻ വൺസ് എന്നെ ആ വിഷയത്തെ റിമൈൻഡ് ചെയ്തിട്ട് ഞങ്ങളുടെ സോഷ്യൽ ആക്ടിവിറ്റീസിലോ അല്ലെന്നൊരിക്കൽ ആത്മീയമായ വിഷയങ്ങളിലോ എന്നെ ഉണർത്താറുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാതെ മിക്കവാറും കിടക്കാറില്ല. ഞാൻ അമ്മാമ്മയോട് ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, അച്ഛൻ ഇത്രയും തിരക്കുണ്ട്, ഒത്തിരി ബിസിനസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നതാണ്, പല കാര്യങ്ങൾ ബിസിനസ് മാത്രമല്ല പല കാര്യങ്ങൾക്കുമുണ്ട്, ചർച്ചിലെ വിഷയങ്ങൾ എല്ലാത്തിനും ഇൻവോൾവ് ആവും. പക്ഷേ അമ്മാമ്മയ്ക്ക് ഈ വിഷയത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്തോ, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള സപ്പോർട്ടാണ് അച്ഛൻ നൽകിയിട്ടുള്ളത്? ആദ്യ നാളുകളിൽ ഞാൻ ബിസിനസ്സിന് അഗൻസ്റ്റ് ആയിരുന്നു. അത് നമുക്കറിയാമല്ലോ, നമ്മൾ കുടുംബജീവിതം നയിക്കുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളായിരുന്നു, അവരുടെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ തന്നെയാണ് പലപ്പോഴും ബേബി സിറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരുന്നു ഞാൻ അഗൻസ്റ്റ് ആയിരുന്നു. പിന്നെ മണിയുടെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. മിക്ക ദിവസങ്ങളും നൈറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഡേ ഷിഫ്റ്റിൽ ബേബി സിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെയാണ് ഇനീഷ്യൽ ബിസിനസ്സിൻ്റെ സ്റ്റേജിലൊക്കെ ഞങ്ങൾ അന്യോന്യം പിന്നീട് തുടർന്നുള്ള ദിവസങ്ങളിൽ എന്നാൽ ബിസിനസ്സിൽ സഹായിക്കാനും കൂടെ സഹകരിക്കാനുമുള്ള അവസരങ്ങൾ ലഭിച്ചു. ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയെടുത്തു, അവർ ഇത്രയൊക്കെ വളർന്നു, ഇപ്പോൾ എന്ത് തോന്നുന്നു? അവരിപ്പം അവർ സെറ്റിലായല്ലോ എന്നുള്ള ആ ആശ്വാസവും ദൈവത്തിൻ്റെ കൃപയാലാണ് ഇതെല്ലാം സാധിച്ചതെന്നുള്ള ഒരു വിശ്വാസവുമാണ് ഇപ്പോഴുള്ളത്. ഇത്രയൊക്കെ ബിസിനസ് ഡെവലപ്പ് ചെയ്തു, ദൈവം വളരെ വളരെ മാനിക്കത്തക്ക രീതിയിൽ ദേശത്തെത്തിച്ചു. US ഒരു മലയാളിക്ക് ദൈവം ഉയർത്തുന്ന അത് നല്ലൊരു പദവിയിലേക്ക് ദൈവം നട്ടു. കാര്യം ബിസിനസ് പരമായും ആത്മീയപരമായും. ഇപ്പം ഇതൊക്കെ ദൈവം തന്നപ്പോഴും എന്താണ് തോന്നുന്നത്? കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളിൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നൊരിക്കൽ എനിക്ക് വളരെ ഭയമായിരുന്നു. അതിൻ്റെ കാര്യം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ സമയത്തിൻ്റെ നല്ലൊരു ഭാഗം അല്ലെന്നൊരിക്കൽ അവരോട് കൂടെ കളിക്കാനോ അല്ലെന്നൊരിക്കൽ അവരോട് കൂടെ സ്പോർട്സിന് പോകാനോ ഒക്കെയുള്ള വിഷയങ്ങൾ എനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടു. അത് ഞാൻ ബിസിനസ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരുന്നത് കൊണ്ട് എനിക്ക് അല്പം നഷ്ടപ്പെട്ടു എന്നൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി എൻ്റെ കുടുംബവും എൻ്റെ കുഞ്ഞുങ്ങളുമാണെന്ന് ഉള്ള ഒരു വലിയ സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട്. അതിൻ്റെ ഒരു റിസോഴ്സസ് പോലും ഔട്ടിലേക്ക് പോകാതെ എല്ലാം എൻ്റെ കുടുംബത്തിലേക്ക് തന്നെ പൂളി ചെയ്ത് മറ്റുള്ളവർ അസൂയപ്പെടത്തക്കവണ്ണം അല്ലെന്നൊരിക്കൽ വേഷൻസിലേക്ക് ദൈവം ഉയർത്തി. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപ എന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാം. അമ്മാമ്മ, എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇന്ത്യയിലും ഒത്തിരി പരിപാടികളുണ്ട്, ദുബായിലുമുണ്ട്, രണ്ടും ഭയങ്കര തിരക്കാണ്. റേച്ചാൻ മിക്കവാറും സമയങ്ങൾ യാത്രകളാണ്. ഒന്ന് ഇന്ത്യ, അല്ലെങ്കിൽ ദുബായ്, അല്ലെ വേറെ സ്ഥലങ്ങളിൽ, അല്ലെ ചൈന, ഇങ്ങനെ തിരക്കായിരിക്കും. പക്ഷേ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി ഈ ഒരു ലെവലിൽ എത്തിച്ചു, ബിസിനസ് ഇത്രയും നല്ലൊരു ലെവലിൽ എത്തിച്ചു. എത്രമാത്രം ബിസിനസ്സിനോട് ചേർന്ന് നിൽക്കാനും റേച്ചാന് വേണ്ട ഹെൽപ്പ് കൊടുക്കാനും പറ്റിയിട്ടുണ്ട്? ഞാൻ ആദ്യ നാളുകളിൽ ഞാനൊരു നേഴ്സായിരുന്നു. അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അധികം കൂടുതൽ ബിസിനസ്സിലൊന്നും ഇൻവോൾവ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ആദ്യമൊക്കെ ഇച്ചിരി എതിരായിരുന്നെങ്കിലും പിന്നെ ബിസിനസ്സിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ സപ്പോർട്ടീവായിരുന്നു.
ഓക്കെ. ഇപ്പം 10 ഇയേഴ്സായിട്ട് ഞാൻ റിസൈൻ ചെയ്തിട്ട് ഞാൻ ബിസിനസ്സിലാണ്. ഞാൻ കൂടുതൽ സമയം റിച്ചാൻ്റെ കൂടെ തന്നെ യാത്രകളിലും ഒന്നിച്ചാണ് ഞങ്ങൾ കൂടുതൽ സമയവും പല സ്ഥലങ്ങളിലും പോകുന്നതും. എല്ലാ ബിസിനസ്സിലും ഞാൻ ഇൻവോൾവാണ്. ആത്മീയ ജീവിതത്തിൽ, ആത്മീയ ലൈഫിൽ, ദുബായിലെ ആത്മീയ ലൈഫ് കുറച്ചൊക്കെ എനിക്കും അറിയാം. നമുക്ക് സമയക്കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങൾ എത്ര ബിസിയാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ UAE ഉള്ള സമയത്ത് എല്ലാ മീറ്റിങ്ങുകളും, കഴിവതും എല്ലാ മീറ്റിങ്ങുകളും ഞങ്ങൾ അറ്റൻഡ് ചെയ്യും. പ്രാർത്ഥിക്കാനാണെങ്കിലും കുഞ്ഞുങ്ങളെ വെച്ച് ഫാമിലി പ്രേയറിനായാലും ഞങ്ങൾ അതിനകത്തെല്ലാം സമയം കണ്ടെത്താറുണ്ട്. ദുബായിൽ ഏത് ചർച്ചിലാണ് കൂടുന്നത്? ദുബായ് കല്ലുമല ചർച്ച് ഓഫ് ഗോഡ് ഷാർജയിലാണ് ഞങ്ങൾ കൂടുന്നത്.